ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്ജി വാലറ്റ്. +2 കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ടി പല പാഠങ്ങളും ക്ലബ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. വരാൻ സാധ്യതയുള്ള കുറേ തവണകളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാം, ലെങ്തി വീഡിയോ ആയിരിക്കും. കാരണം പല പാഠങ്ങളിലെയും പല ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും കെമിസ്ട്രി ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങളിപ്പോൾ ഒന്നും അറിയില്ല, ഒരു ബേസും നിങ്ങൾക്കില്ല, ഒന്നും പഠിക്കാനേ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ഒപ്പം പഠിച്ചാൽ പല പാഠങ്ങളും ഇതിൻ്റെ ഒപ്പം നിങ്ങൾ പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക. താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ യൂസ്ഫുൾ ആയോ എന്നുള്ളത്. ഇതേപോലെ നമുക്കിനി അടുത്ത വീഡിയോസ് വരുന്നുണ്ട്. അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ക തിയറി ക്വസ്റ്റ്യൻസ്. അത് ഫസ്റ്റ് ഭാഗത്തു നിന്നുണ്ട്, സെക്കൻഡ് ടേമിൽ നിന്നുണ്ട്, അങ്ങനെ എല്ലാ പേപ്പറിലും കാണുന്ന ഉറപ്പുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ അടുത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓർഗാനിക് എന്നുള്ള ചോദ്യങ്ങൾ മാത്രം, ഹാലോ ആൽക്കീൻസ്, ആൽഡിഹൈഡ്, ആൽക്കഹോള്, ഓർഗാനിക് പാഠങ്ങളിലത്തെ ഉറപ്പുള്ള ചോദ്യങ്ങളുടെ ഒരു വീഡിയോ വേറെ വരുന്നുണ്ട്. ഓരോ പാഠങ്ങളിൽ നിന്നും എന്തൊക്കെ പഠിക്കണം എന്നുള്ള വീഡിയോയും ഇനി വരുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വയ്ക്കുക. ഇനി ഒരുപാട് വീഡിയോസ് നമ്മൾ ചാനലിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിന് മുമ്പ്, ഈ ചോദ്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു വീഡിയോ കണ്ടിരിക്കണം. ഞാൻ ഓൾറെഡി ചെയ്ത ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് +2 കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറിലെ നെയിംഡ് റിയാക്ഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 6 മാർക്കിനാണ് ചോദിക്കുക. നെയിംഡ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ പേരുള്ള റിയാക്ഷൻ. ഇപ്പോൾ സാൻമെയർ, ഫിംഗൽസ്റ്റീൻ, സ്വാർട്സ്, വുഡ്സ്, ഈ പേരുകളിലെ ഏതെങ്കിലും ഒരു 3, 4, 5 റിയാക്ഷൻസ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. എക്സ്പ്ലെയിൻ, ഇന്നാള്, എക്സ്പ്ലെയിൻ, അങ്ങനെ പേരുള്ള റിയാക്ഷൻസ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ഒരു 5-6 ക്വസ്റ്റ്യൻസ് എങ്കിലും ചോദിക്കാറുണ്ട്. 2 മാർക്ക് വെച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് അറിഞ്ഞിരിക്കണം. ഇതിൽ ഒരു 3 ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, ഇത് ഉറപ്പുള്ള ചോദ്യമാണ്. ഈ തന്നിട്ടുള്ളതിൽ ഒരു 5-6 റിയാക്ഷൻസ് ഡയറക്റ്റ് ചോദിച്ചിരിക്കും. പക്ഷേ ഇത് ഞാൻ ഫുള്ളായി പറയാത്തത്, ഇത് സിമ്പിൾ, ഇത് 3 അധികം ഉണ്ട്. ഇതിപ്പോൾ ഹാലോ ആൽക്കീൻസിലെ പേരുള്ള റിയാക്ഷൻസ് ആണ്. ഇത് ആൽക്കഹോളിലെയാണ്, ഇത് ആൽഡിഹൈഡിലെയാണ്. കുറേ നെയിം റിയാക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു സ്റ്റോറി, ഇതെല്ലാം ഈ റിയാക്ഷൻസ് ഒക്കെ കഥ പോലെ പഠിപ്പിക്കുന്ന, ഒരു വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കഥകളായി പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഇപ്പോഴത്തെ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞ് പഠിച്ചാൽ എത്രയും വേഗം പോയിട്ട് ആ വീഡിയോ കണ്ടിരിക്കണം. നിർബന്ധമായിട്ടും കാണാം. കാരണം അതിനൊരു 6-7 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ഒന്നും എക്സ്ട്രാ പഠിക്കണ്ട. ആ കഥ കേട്ട് അതുപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഈ റിയാക്ഷൻസ് ഒക്കെ ഞാൻ കഥ പോലെ പഠിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, അത് കണ്ടിരിക്കണം. കാരണം അത്രയും ഉറപ്പുള്ള ചോദ്യമാണ് നെയിംഡ് റിയാക്ഷൻസ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇതിൽ പല റിയാക്ഷൻസും ആ വീഡിയോയിൽ കഥ പോലെ പഠിപ്പിക്കുന്നുണ്ട്. അത് കണ്ടാൽ പിന്നെ നിങ്ങളത് ഒരിക്കലും മറക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെൻറ്റ് ബാച്ചും +2ൻ്റെ ക്രാഷ് ബാച്ചും ഉടൻ തന്നെ തുടങ്ങാണ്. കുറേ കുട്ടികൾ മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്കെല്ലാം നമ്മൾ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം പഠിക്കാനുണ്ട് കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നൊക്കെ. അത്യാവശ്യം ബേസ് ഉണ്ടാവണം, ഉറപ്പുള്ള ചോദ്യങ്ങൾ വേണം ഇനി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ. ഡെയിലി ഒരു സ്റ്റഡി പ്ലാനൊക്കെ വെച്ച് പഠിക്കണം. ടഫായിട്ടുള്ള പേപ്പർ ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ഒരു ജനുവരി, ഫെബ്രുവരി ഒക്കെ നന്നായി പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവരുണ്ട്, +2 ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ബാച്ചാണിത്. +1 ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് നമ്മൾ ഡിസംബർ ലാസ്റ്റ് തുടങ്ങും. ഒരു 30 ദിവസത്തെ ബാച്ചാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ഈ സബ്ജക്ട്സുകളെ ക്ലാസ് ഉണ്ടാവും. ഡെയിലി ലൈവ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് ഉറപ്പുള്ള ചോദ്യം ബേസ് തൊട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ഇതുവരെ ഒന്നും അറിയാത്തവർക്ക് പോലും യൂസ്ഫുൾ ആവുന്ന ഒരു ബാച്ചാണത്. അതേപോലെ +2ൻ്റെ ക്രാഷ് ബാച്ച് നമ്മൾ ജനുവരി ഏകദേശം ഫസ്റ്റ് വീക്കിലും തുടങ്ങും. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം, ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് വേണം അല്ലെങ്കിൽ ക്രാഷ് ബാച്ച് വേണം എന്നുള്ളവർ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. 9746230801. ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ ബാച്ചുകളൊക്കെ തുടങ്ങും. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ കിട്ടും. നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കെമിക്കൽ ഇക്വേഷൻസ് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് നെയിം റിയാക്ഷൻസ്. കണ്ടോ, ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. റിയാക്ഷൻസുകൾ എഴുതി, ആ റിയാക്ഷൻസ് എഴുതിയിട്ട് ഇത് ഓരോന്നും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക. 2 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാറുള്ളത്.
ഓക്കെ, വളരെ 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 ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് നോക്കാം, കാനിസാറോ റിയാക്ഷൻ നോക്കാം. ഈ മൂന്നെണ്ണം വരുന്നത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ പാഠത്തിലാണ്. ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, ഹാലോ ആൽക്കെയിൻസിനും ആൽക്കഹോൾസിനും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ സ്റ്റോറി പറയുന്നില്ല, ജസ്റ്റ് റിയാക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ എല്ലാവരും കാണാം കേട്ടോ. ആദ്യം നമുക്ക് കാനിസാറോ റിയാക്ഷൻ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, കാനിസാറോ റിയാക്ഷൻ. കാനിസാറോ റിയാക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2 N ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 ആൾക്കാരെ നമ്മൾ എടുക്കണം. ഇവിടെ 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്, അത് മനസ്സിലുറപ്പിക്കുക. കാനിസാറോ എന്ന് പറഞ്ഞാൽ 2 N ഉണ്ട്. അപ്പം നമ്മൾ എടുക്കുന്ന ആൾ 2 ആൽഡിഹൈഡാണ്, 2 എണ്ണം വേണം. ഒന്ന് HCHO, ഇതാ HCHO, ഇതാണ് ആൽഡിഹൈഡ്. ഇതന്നെ വീണ്ടും ഒരെണ്ണം എടുക്കുക, HCHO. കണ്ടോ, HCHO 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 നമ്മൾ വിളിക്കുന്ന പേരെന്താ, ആൽഡിഹൈഡ്സ് എന്നാണ് കേട്ടോ. CHO എന്ന് പറഞ്ഞാൽ അത് ആൽഡിഹൈഡാണ്. CHO ആൽഡിഹൈഡ്സ് 2 എണ്ണം എടുത്തു. ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല ഗാഢതയുള്ള KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്ത് ഒന്ന് ഹീറ്റ് ചെയ്യുക. അപ്പോൾ കാനിസാറോ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരണം, 2 N ഉണ്ട്, സോ 2 ആൽഡിഹൈഡ് ഉണ്ട്. പിന്നെ കാനിന്നാണ്, അപ്പോൾ കോൺസെൻട്രേറ്റഡ് KOH ആണ് ആഡ് ചെയ്യണത്. ഇങ്ങനെയൊക്കെയുള്ള ഹിൻഡ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയോ, ഇവിടെ 2 പ്രോസസ്സ് സംഭവിക്കും. ഒരാൾക്ക് റിഡക്ഷനും ഒരാൾക്ക് ഓക്സിഡേഷനും സംഭവിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ 2 പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ആൾക്കാണ് റിഡക്ഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള H അതുപോലെ CHO ഇത് അതുപോലെ തന്നെ എഴുതിക്കോ. HCHO അവിടെ തന്നെ ഞാൻ എഴുതി. ഓക്കെ, HCHO ഒക്കെ അതുപോലെ തന്നെ എഴുതി. ഇവിടെ നമുക്കിനി സംഭവിക്കുക, ഒരു ബോണ്ടും കൂടി എക്സ്ട്രാ കൊടുക്കുക. ഇവിടേക്ക് ഒരു ഹൈഡ്രജൻ കയറി വരും, ഇവിടേക്ക് ഒരു ഹൈഡ്രജൻ കയറി വന്നു, 2 ഹൈഡ്രജൻ കയറി വന്നു. അപ്പോൾ ഇത് OH ആയി മാറി, അതായത് ആൽക്കഹോൾ ആയിട്ട് മാറി. കണ്ടോ, ഇവിടെ റിഡക്ഷൻ നടന്നു, ഒരാൾക്ക് റിഡക്ഷൻ നടന്നിട്ട് അയാൾ എന്തായി മാറി, ആൽക്കഹോൾ. അപ്പോൾ മറ്റേ സൈഡിൽ എന്താ സംഭവിക്കുക, ഇവിടെ HCHO എന്ന് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഒരു H പോവുകയാണ് ചെയ്യുക, ഓക്സിഡേഷൻ എന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഈ H എഴുതിക്കോളൂ, പിന്നെ എന്താ ഈ C എഴുതിക്കോ, O എഴുതിക്കോ, HCO എഴുതിക്കോ. ഇവിടുത്തെ ആൾ പോയിട്ട് ആ ഭാഗത്തേക്ക് KOH OK എന്നുള്ള ആൾ കയറി വരും. ഇവിടെ ഇതാ Oയും Kയും കയറി വന്നു, പുതിയതായിട്ട് കയറി വന്നത് Oയും Kയും ആണ്. അതായത് ഓക്സിഡേഷൻ നടന്നു എന്നാണ് അർത്ഥം. ഓക്സിഡേഷൻ നടന്നിട്ട് ഇവിടെ HCOOK HCOO 2 O വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് നമ്മൾ പറയാ കാർബോക്സിലിക് ആസിഡ് സോൾട്ട് എന്നാണ് കേട്ടോ. കാർബോക്സിലിക് ആസിഡ് സോൾട്ട്. ഇവിടെ ഓക്സിജനും ഒരു Kയും ആണ് കയറി വന്നത്. ഇവിടെ ഓക്സിഡേഷൻ നടന്നു എന്നാണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത് പഠിക്കുക. ഇതാണ് കാനിസാറോ. നമ്മൾ എടുക്കുന്നത് കാനിസാറോയിൽ എടുക്കുക 2 ആൽഡിഹൈഡാണ്. അപ്പോൾ ഇവിടെ 2 പ്രോസസ്സ് ഇവിടെ സംഭവിക്കുന്ന ആലോചിക്കുക. അപ്പോൾ അതാ HCHO ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത KOH ആഡ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, ഒരാൾക്ക് റിഡക്ഷനും ഒരാൾക്ക് ഓക്സിഡേഷനും സംഭവിക്കും. അപ്പം ഇവിടുത്തെ ആൾക്ക് റിഡക്ഷനാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, 2 ഹൈഡ്രജന് ആഡ് ചെയ്യുക. ബാക്കിയുള്ള HCHO അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, കണ്ടോ, HCHO 2 ഈ ബ്ലൂ കളറിലുള്ള 2 ഹൈഡ്രജൻസ് കയറി വന്നു. അപ്പോൾ റിഡക്ഷൻ നടന്നു, OH എന്നുള്ള ആളായി, അതായത് ആൽക്കഹോളായി. മറ്റേ ആളിൽ നിന്ന് ഈ ഹൈഡ്രജൻ പോയിട്ട് അവിടേക്ക് OK എന്നുള്ള ആൾ കയറി വരും, കണ്ടോ. അപ്പോൾ OK കയറി, ഓക്സിജൻ കയറി, അപ്പോൾ ഓക്സിഡേഷൻ നടന്നു, അവിടെ കാർബോക്സിലിക് ആസിഡ് സോൾട്ടും ഉണ്ടായി. അപ്പോൾ ഇതിന് ഡെഫിനിഷൻ എഴുതുമ്പോൾ ആൽഡിഹൈഡ്സ്, ഈ ആൽഡിഹൈഡിൻ്റെ പ്രത്യേകത ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡാണ്. HCHO എന്ന് പറയുന്ന ആളിലെ എന്തില്ല, ആൽഫ ഹൈഡ്രജൻ ഇല്ല. സോ ആൽഡിഹൈഡ്സ് which do not have alpha hydrogen undergo self oxidation and reduction. ഓക്സിഡേഷൻ നടന്നു, റിഡക്ഷൻ നടന്നു. എപ്പോൾ, ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് കോൺസെൻട്രേറ്റഡ് KOH. one aldehyde converted to അല്ലെങ്കിൽ one aldehyde reduced to alcohol, another aldehyde oxidized to carboxylic acid salt എന്ന് നമുക്ക് എഴുതി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ റിയാക്ഷൻ നിങ്ങൾ എഴുതി വെക്കുക. ഇതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇത്ര എഴുതണ്ടുള്ളൂ. ആൽഡിഹൈഡ്സ് which do not have alpha hydrogen undergo oxidation and reduction on treatment with concentrated KOH.
one aldehyde reduced to alcohol, another aldehyde oxidized to carboxylic acid salt. ഇതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്. ഡെഫിനിഷനും പഠിച്ചു വയ്ക്കുക. കാനിസാറോ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല. നിങ്ങൾ ഈ റിയാക്ഷൻ ഓക്കെയാണ് മനസ്സിലായെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കാനിസാറോ റിയാക്ഷൻ. അടുത്തത് വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. അതിൻ്റെ ഒക്കെ സ്റ്റോറി ഉണ്ട്, അത് ആ വീഡിയോ നോക്കിയാൽ മതി. വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ്റെ. അപ്പോൾ എന്താണ് വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ടാമത്തെ, അതായത് നമ്മളൊരു ആൽഡിഹൈഡോ കീറ്റോണോ എടുക്കുക. ഇതാണ് ആൽഡിഹൈഡോ കീറ്റോണോ. ആൽഡിഹൈഡ് ആണെങ്കിലും കീറ്റോൺ ആണെങ്കിലും അതിൽ CO എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആൽഡിഹൈഡോ കീറ്റോണോ എടുക്കുക. അതിലേക്ക് നമ്മൾ NH2 എന്ന് പറയുന്ന ഒരാളെ ആഡ് ചെയ്യുക. ഹൈഡ്രസീൻ എന്നാണ് പറയുക. NH2 എന്ന് പറയുന്ന ഒരാളെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക അറിയോ? ഇതിലേക്ക് ഈ സിയും ഇതൊക്കെ എഴുതിക്കോ. ഈ ഡബിൾ ബോണ്ട് O എന്നുള്ളതിൽ O പോയിട്ട് അവിടേക്ക് ഈ ആൾക്കാർ കയറി വരും, NnH2. ഓക്കെ, ഈ ഓക്സിജൻ പോയിട്ട് അവിടേക്ക് NnH2 എന്നുള്ളത് കയറി വരും. ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടത് KOH ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എത്തിലിൻ ഗ്ലൈക്കോളും ആഡ് ചെയ്യുക. KOHും എത്തിലിൻ ഗ്ലൈക്കോളും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഈ ഡബിൾ ബോണ്ടും ഈ ഡബിൾ Nഉം പോവും. ഡബിൾ ആയിട്ടുള്ള രണ്ടാൾക്കാർ പോവും. ഡബിൾ ബോണ്ടും ഡബിൾ Nഉം പോയിട്ട് C എന്നുള്ളതും H2 എന്നുള്ളതും കയറി വരും. CH2 കണ്ടോ, ആ 2 N പുറത്തേക്ക് പോയി. ഇതാണ് വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ. അപ്പോൾ ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ആർ റെഡ്യൂസ്ഡ് ടു CH2 ഗ്രൂപ്പ് എന്നാണ് പറയുക. ഇതാരാണ്? ആൽഡിഹൈഡോ കീറ്റോണോ ആവാം. ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് എന്ത് സംഭവിച്ചു? റെഡ്യൂസ്ഡ് ടു CH2. കാരണം എന്താ? CO എന്നായിരുന്നു, O പോയിട്ട് H2 എന്നുള്ളത് കയറി. കണ്ടോ, ഹൈഡ്രജൻ കയറി വന്നു. O പോയി ഹൈഡ്രജൻ വന്നു, അതായത് റെഡ്യൂസ് ചെയ്തു. അപ്പോൾ ആൽഡിഹൈഡ്സോ അല്ലെങ്കിൽ കീറ്റോൺസോ എന്താകുന്നു? റെഡ്യൂസ്ഡ് ടു CH2 ഗ്രൂപ്പ്. ഓക്കെ, അതിൽ O പോയിട്ട് H2 എന്നുള്ളതായി റെഡ്യൂസ് ചെയ്തു. എപ്പോൾ? ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഹൈഡ്രസിൻ. ഇതിൻ്റെ പേര് ഹൈഡ്രസീൻ എന്നാണ്. ആരെ കൂടെ ട്രീറ്റ് ചെയ്യുക? ഇതൊക്കെയാണ് ഓർത്ത് വെക്കേണ്ടത്. ഹൈഡ്രസിൻ്റെ കൂടെ ട്രീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് KOH വെച്ചൊന്ന് ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുമെന്ന് പഠിക്കുക. അപ്പോൾ വൂൾഫ് കിഷ്ണർ ഇത്രയേ ഉള്ളൂ. ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ആർ റെഡ്യൂസ്ഡ് ടു CH2 ഗ്രൂപ്പ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഹൈഡ്രസീൻ ഫോളോവുഡ് ബൈ. അത് കഴിഞ്ഞിട്ട് ആരാ നമ്മൾ ട്രീറ്റ് ചെയ്യണേ? ഹൈഡ്രസീൻ കഴിഞ്ഞാൽ ഫോളോവുഡ് ബൈ അതിനുശേഷം ഹീറ്റിംഗ് വിത്ത് KOH. ഓക്കെ, KOH ഓർ എത്തിലിൻ ഗ്ലൈക്കോൾ. അപ്പോൾ നമുക്ക് ഇതാണ് വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ. ഞാൻ ഡെഫിനേഷൻ കാണിക്കാം. നിങ്ങളുടെ കയ്യിൽ നോട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവർ ഇതാണ് പഠിക്കേണ്ടത്, വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ കേട്ടോ. കാർബോണിൽ ഗ്രൂപ്പോ CO ഗ്രൂപ്പ് എന്നാണ് കാർബോണിൽ ഗ്രൂപ്പ്. ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ആർ റെഡ്യൂസ്ഡ് ടു CH2 ഗ്രൂപ്പ്. അപ്പോൾ CO എന്നുള്ളത് CH2 എന്നാകുന്നു. ഹൈഡ്രസീൻ വേണം, അതുപോലെ ഹീറ്റിംഗ് വിത്ത് KOH വേണം, എത്തിലീൻ ഗ്ലൈക്കോളൊക്കെ വേണം. ഇനി നിങ്ങൾ ഡെഫിനിഷൻ എഴുതിയില്ലെങ്കിലും ഈ റിയാക്ഷനെങ്കിലും നിർബന്ധമായിട്ടും എല്ലാവരും എഴുതി വയ്ക്കുക കേട്ടോ. മൂന്നാമത്തത് സ്റ്റീഫൻ റിയാക്ഷനാണ്. സ്റ്റീഫൻ റിയാക്ഷൻ പരീക്ഷയ്ക്ക് കാണാറുണ്ട്. സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ? നിങ്ങൾ എടുക്കേണ്ട ആൾ CH3CN ആണ്. CH3CN എടുക്കുക. ഓക്കെ, ഈ CH3CN നമ്മൾ വിളിക്കുന്ന പേര് നൈട്രൈൽസ് എന്നാണ്. നൈട്രൈൽ, ഈ ആളെ പേര് നൈട്രൈൽസ് എന്നാണ്. ഓക്കെ, ഈ CH3CNലേക്ക് SnCl2ഉം ഹൈഡ്രോക്ലോറിക് ആസിഡും ചേർക്കുക. ഓക്കെ, SnCl2ഉം HClഉം ആഡ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക അറിയോ? ഈ Cയും Nൻ്റെയും കൂടെ ഹൈഡ്രജൻ കയറി വരും. അപ്പോൾ CH3 എഴുതിക്കോ, Cയും Nഉം എഴുതിക്കോ. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുക? CH3CN അതുപോലെ എഴുതി, Cയുടെയും Nൻ്റെയും കൂടെ 2 ഹൈഡ്രജൻസ് കയറി വന്നു, ഡബിൾ ബോണ്ടും വന്നു. ഈ റെഡ് കളറിൽ ഇത് വന്നതാണ്. CH3CN എഴുതി, പക്ഷെ Cയുടെയും Nൻ്റെയും കൂടെയാണ്. Cയും Nൻ്റെയും കൂടെ ഹൈഡ്രജൻ ഡബിൾ ബോണ്ട് വന്നു. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുക, ഹൈഡ്രോളൈസ് ചെയ്യാന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പലരും ഇവിടുന്ന് ഒഴിവായി പോകും എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടാൻ പോണ ആള് ഈ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പുറത്തേക്ക് കിട്ടുന്ന ആൾ ഇതാണ്. ഇതിൽ ഈ ഗ്രൂപ്പ് മൊത്തം അങ്ങോട്ട് പോകും, ഡബിൾ ബോണ്ട്. അപ്പോൾ CH3CH ഇവിടേക്കൊരു O കയറി വരും. CH3CHO ഇതൊരു O, ഇത് മൊത്തം പോയി ആ ഭാഗത്തേക്കൊരു O കയറി വരും.
ഓക്കെ. പിന്നെ ഈ പുറത്തേക്ക് പോയ NH ഇല്ലേ, അതിൻ്റെ കൂടെ ഒരു 2 ഹൈഡ്രജനും കൂടി ചേർന്ന് NH3 ആയിട്ട് പോകും. അപ്പോൾ ഇതിന് ഡെഫിനേഷൻ ഇങ്ങനെയാണ്: നൈട്രൈൽസ് ആർ റെഡ്യൂസ്ഡ്. 2 ഹൈഡ്രജൻ കയറി വന്നില്ലേ നമുക്ക്, 2 ഹൈഡ്രജൻ, അപ്പോൾ റെഡ്യൂസ് ചെയ്തു എന്ന് പറയും. എവിടെ നിങ്ങൾക്ക് ഹൈഡ്രജൻ കയറി വന്നു അത് റെഡ്യൂസ്ഡ് ആണ്. സോ നൈട്രൈൽസ് ആർ റെഡ്യൂസ്ഡ് ടു ഇമീൻ, അതായത് ഇതിൻ്റെ പേര് ഇമീൻ എന്നാണ്. ഇമീൻസ് ഫോം ചെയ്തു വിത്ത് SnCl2 and HCl, വിച്ച് ഓൺ ഹൈഡ്രോളിസിസ് ഇറ്റ് ഗീവ്സ് ആൽഡിഹൈഡ്. ഇതിൻ്റെ പേര് ആൽഡിഹൈഡ്സ് എന്നാണ് കേട്ടോ, ആൽഡിഹൈഡ്സ്. മറക്കണ്ട, സ്റ്റീഫൻ റിയാക്ഷൻ ഇതാണ്. നമ്മൾ പറഞ്ഞ 3 റിയാക്ഷൻസ് ഒന്ന് റഫായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ്. കാനിസാവോ എന്ന് പറഞ്ഞാൽ 2 ആൽഡിഹൈഡ് എടുക്കുക, അതിലേക്ക് കോൺസെൻട്രേറ്റഡ് KOH ചേർക്കുമ്പോൾ ഒരു ആൽഡിഹൈഡ് റെഡ്യൂസ്ഡ് ടു ആൽക്കഹോൾ ആവും, മറ്റേ ആൽഡിഹൈഡ് ഓക്സിഡൈസ്ഡ് ടു കാർബോക്സിലിക് സോൾട്ട് ആവും. അതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. HCHO കോൺസെൻട്രേറ്റഡ് KOH എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 2 H കയറി വരും, ഇവിടെ നമുക്ക് ഒരു H പോയിട്ട് ഓക്കെന്ന് കയറി വരും. കാനിസാറോ പഠിച്ചെന്ന് വിചാരിക്കുന്നു. അടുത്തത് വൂൾഫ് കുഷ്നർ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡോ കീറ്റോണോ വിത്ത് കാർബോണിൽ ഗ്രൂപ്പ്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് വിത്ത് കാർബോണിൽ ഗ്രൂപ്പ് റെഡ്യൂസ്ഡ് ടു CH2 ഗ്രൂപ്പ്. ഈ CO എന്നുള്ളത് CH2 റെഡ്യൂസ്ഡ് ആയി അല്ലെ, ഹൈഡ്രജൻ കയറി വന്നു. അപ്പോൾ CO ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബോണിൽ ഗ്രൂപ്പ് ഓഫ് ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് റെഡ്യൂസ്ഡ് ടു CH2 ഗ്രൂപ്പ് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് NH2 ഹൈഡ്രസീൻ ഫോളോവുഡ് ബൈ, അതിനുശേഷം എന്ത് ചെയ്യണം, ഹീറ്റ് ചെയ്യണം KOHും എത്തിലീൻ ഗ്ലൈക്കോളും വെച്ചിട്ട്. അതാണ് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വോൾഫ് ക്വിഷ്നർ എന്ന് പറയുന്നത്. CO ഗ്രൂപ്പ് എടുത്തു, NH2 ആഡ് ചെയ്തു, അപ്പോൾ ഇവിടെ ഈ O പോയിട്ട് NNH2 എന്ന് വന്നു. അതിലേക്ക് നമ്മൾ KOHും എത്തിലീൻ ഗ്ലൈക്കോളും വെച്ച് ഹീറ്റ് ചെയ്യുന്നു, അപ്പോൾ ഇത് പോയിട്ട് CH2 എന്നാവുന്നു. അപ്പോൾ CO ഗ്രൂപ്പ് CH2 എന്നായി, NH2 കാരണം, KOHും എത്തിലീൻ ഗ്ലൈക്കോളും കാരണം. സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ നൈട്രൈൽസ് ആണ്, CN. നൈട്രൈൽസ് റെഡ്യൂസ് ചെയ്ത് ഇമീൻ ആയിട്ട് മാറി. RCN എന്നായിരുന്നു, സിയുടെയും എന്നിൻ്റെയും കൂടെ 2 ഹൈഡ്രജൻ വന്നു. അപ്പം നൈട്രൈൽസ് റെഡ്യൂസ്ഡ് ചെയ്തു, ഹൈഡ്രജൻ വന്നപ്പോൾ റെഡ്യൂസ്ഡ് ടു ഇമീൻ. ഇമീനായി ആരെ കാരണം, ഓൺ ട്രീറ്റിംഗ് വിത്ത് SnCl2 or HCl വിച്ച് ഓൺ ഹൈഡ്രോളിസിസ്. ഇതിലേക്ക് വെള്ളം ചേർത്തപ്പോൾ ഈ ഗ്രൂപ്പ് മൊത്തം പോയിട്ട് ആൽഡിഹൈഡ് ഫോം ചെയ്തു, RCHO. അതാണ് നമ്മൾ പറഞ്ഞത്. കണ്ടോ, സിയുടെയും എന്നിൻ്റെയും കൂടെ ഹൈഡ്രജൻ വരുന്നു, പിന്നെ ഈ ഗ്രൂപ്പ് മൊത്തം പോയിട്ട് അവിടെ O എന്ന് വരുന്നു, ഹൈഡ്രോളൈസ് ചെയ്യുന്നു. പഠിച്ചു വയ്ക്കുക, ഇങ്ങനെ ഓരോ റിയാക്ഷൻസും ഉണ്ട്. ഇതേപോലെ ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കഥ പോലെ പഠിപ്പിക്കുന്ന വേറൊരു വീഡിയോ ഉണ്ട്. ഇത് 3ഉം ഇങ്ങനെ പഠിച്ചുകൊള്ളൂ. കാനിസാറോ, സ്റ്റീഫൻ, അതുപോലെ വൂൾഫ് കുഷ്നർ. ബാക്കി റിയാക്ഷൻസ് കുറേയൊക്കെ ഞാൻ കഥ പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. താഴെ കമൻറ്റ് ബോക്സിൽ പിന്നീട് കൊടുക്കാം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. സ്റ്റാർട്ടിങ് ഫ്രം ക്ലോറോബെൻസിൻ, ഹൗ വിൽ യു പ്രിപ്പയർ ദ ഫോളോയിങ്? അതായത് നിങ്ങളോട് ക്ലോറോബെൻസീൻ നിങ്ങൾ എടുക്കണം, നിങ്ങളുടെ കയ്യിൽ ക്ലോറോബെൻസീൻ ആയിരിക്കണം. അതുപയോഗിച്ച് ഇതൊക്കെ ഉണ്ടാക്കണം. ഒന്ന് ബെൻസീൻ്റെ മുകളിൽ OH ഉണ്ടാക്കണം, പിന്നെ ബെൻസീൻ്റെ മുകളിൽ CH3 വരണം, പിന്നെ ബെൻസീൻ 2 ക്ലോറിനും വരണം. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ക്ലോറോബെൻസീൻ, അപ്പോൾ നിങ്ങളെ കയ്യിലെടുക്കേണ്ട ആള് ക്ലോറോബെൻസീൻ ആണ്. അപ്പോൾ ക്ലോറോബെൻസീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ക്ലോറോബെൻസീനിൽ നിന്ന് ആദ്യം എന്തുണ്ടാക്കണം, ബെൻസീൻ്റെ മുകളിൽ OH. ബെൻസീൻ്റെ മുകളിൽ OH എന്ന് പറയുന്ന ആള് ഫീനോൾ എന്നാണ് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ പഠിക്കുക. ഇത് ക്ലോറോബെൻസീൻ ആണ്. ക്ലോറോബെൻസീനെ ആദ്യം എന്താക്കണം, ഫീനോൾ ആക്കണം. അത് കഴിഞ്ഞിട്ട് എന്താക്കണം, ബെൻസീൻ്റെ മുകളിൽ CH3 കൊണ്ടുവരണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലോറോബെൻസീൻ എടുക്കുക, ക്ലോറോബെൻസീൻ ഉപയോഗിച്ച് ബെൻസീൻ്റെ മുകളിൽ CH3 കൊണ്ടുവരിക. ബെൻസീൻ്റെ മുകളിൽ CH3 വന്നാൽ അതിൻ്റെ പേര് ടൊളുവിൻ എന്നാണ്, പേര് മറക്കരുത് കേട്ടോ. മൂന്നാമത്തേത്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. മൂന്നാമത്തേത് ഇതേപോലെ ക്ലോറോബെൻസീൻ എടുക്കുക, ഇതിലേക്ക് ആരൊക്കെയോ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്താൽ മുകളിലും ക്ലോറിൻ താഴെയും ക്ലോറിൻ എന്ന് വരണം. അപ്പം ഇങ്ങനെ 3 ചോദിച്ചിട്ടുള്ളത്. സോ ക്ലോറോബെൻസീൻ എടുക്കുക, അതിൽ നിന്ന് ഈ 3 ആൾക്കാരെ ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? ആദ്യം ക്ലോറോബെൻസീൻ എങ്ങനെ ഫീനോൾ ആക്കാന്നറിയോ? ക്ലോറോബെൻസീനിലേക്ക് നിങ്ങൾ NaOH ചേർക്കുക. ഈ ക്ലോറിൻ പോയിട്ട് അവിടേക്ക് OH എന്ന് വരണമല്ലോ. അപ്പോൾ OH ഉള്ള NaOH എന്ന് പറയുന്ന ഒരാളെ ആഡ് ചെയ്യാം. അവിടെ OH ഉണ്ട്, പിന്നെ പക്ഷെ NA ഇല്ല. അപ്പോൾ NA ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഇതിനെ കളയണം. അപ്പോൾ ഇവിടെ ഒന്ന് ഹീറ്റ് ചെയ്യുക. 633 കെൽവിൻ ആൻഡ് 300 ബാർ പ്രഷർ ഉണ്ട്. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മളൊന്ന് അസിഡിഫിക്കേഷൻ ചെയ്യുക, H+ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ആസിഡിന് ആഡ് ചെയ്യുക. ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക.
ക്ലോറോബെൻസീനിലേക്ക് NaOHഉം H+ഉം ചേർക്കുക. H+ എന്ന് പറഞ്ഞാൽ ഒരു ആസിഡ്, HCl H2SO4 ഏതെങ്കിലും ഒരു ആസിഡ് ചേർത്താൽ നമുക്ക് ഈ ക്ലോറിൻ പോയിട്ട് ഇവിടെ നിന്നുള്ള ഈ OH കയറി വന്നോളും. ഇത് പഠിക്കണം. രണ്ടാമത്തെ ചോദ്യം, ക്ലോറോബെൻസീൻ തന്നെ എടുക്കുക. ഇതിലേക്ക് ആരെ ആഡ് ചെയ്താലാണ് CH3 എന്ന് വരിക? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്ലോറോബെൻസീനിലേക്ക് CH3 ഉള്ള ഒരാളെ ആഡ് ചെയ്യുക. അതായത് CH3Cl ആഡ് ചെയ്യുക. മറക്കണ്ട, CH3Cl ആഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു സോഡിയം മെറ്റലും വേണം. ഓക്കെ, ഡ്രൈ ഈതറിൻ്റെ പ്രസൻസും ഇവിടെ വേണം. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഈ CH3Clന്ന് CH3 ഇങ്ങോട്ട് കയറിക്കോളും. പിന്നെ NAയും Cl ഒക്കെ കൂടി പുറത്തേക്ക് പൊക്കോളും. ഓക്കെ, വേണമെങ്കിൽ അത് ഇവിടെ എഴുതി വെച്ചോ, NaCl ആയിട്ട് പുറത്തേക്ക് പോകും. കണ്ടോ? അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടുന്ന് ഈ OH വന്നു, OH മുകളിലേക്ക് കയറി NaClന്റെ കൂടെ പോകും. കണ്ടോ? അതിനാണ് ഈ NaOH നമ്മൾ ചേർക്കണേ, Clനെ കളയാൻ. ഇവിടുന്ന് Cl പോകണമെങ്കിൽ ഒരാൾ കൂട്ട് വേണം. അതുകൊണ്ട് Cl എപ്പോഴും പോവാ NAയുടെ കൂടെയാണ്. അപ്പം NaCl ആയിട്ട് പോയിക്കോളും, ഈ OH മുകളിലേക്കും കയറും. അതേപോലെ ഇവിടെ Cl പോകണമെങ്കിൽ Na എന്ന് പറയുന്ന മെറ്റൽ വേണം. അപ്പം NaCl പുറത്തേക്ക് പൊക്കോളും, ഈ CH3 ഇങ്ങോട്ട് കയറുകയും ചെയ്യും. അപ്പം ഇത് പഠിച്ചു വെക്കുക. ക്ലോറോബെൻസീനിലേക്ക് CH3Clഉം Na എന്ന് പറയുന്ന സോഡിയം മെറ്റലും ചേർക്കണം. ഇനി ക്ലോറോബെൻസീനിലേക്ക് എന്ത് ചേർത്താലും 2 ക്ലോറിൻ വരിക. 2 ക്ലോറിൻ ആഡ് ചെയ്യുക. 2 ക്ലോറിൻ ഇവിടെ ആഡ് ചെയ്യുക. Cl2 എന്ന് പറഞ്ഞിട്ട് 2 ആഡ് ചെയ്യുക. അവിടെ നമുക്ക് FeCl3യുടെ പ്രസൻസ് വേണം കേട്ടോ. ഓക്കെ, അയൺ ക്ലോറൈഡിൽ FeCl3യുടെ പ്രസൻസ് വേണം. അപ്പോൾ നമുക്കിത് ഈ പറഞ്ഞ ആളെ കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ റെഡ് കളറിൽ എഴുതിയിട്ടുള്ള ആൾക്കാരെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ആരെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അതേപോലെ അടുത്ത ചോദ്യം ഇതാണ്, ഹൗ ദ ഫോളോയിങ് കൺവേർഷൻസ് ആർ എഫക്റ്റഡ്. അതായത് SO3H ഉണ്ട്. SO3Hലേക്ക് എന്ത് ചെയ്താലാണ് ഫീനോൾ കിട്ടുക, ബെൻസീൻ്റെ മുകളിൽ OH കിട്ടുക. അതേപോലെ ഇവിടെ വേറൊരാളുണ്ട്, ഇതിലേക്ക് എന്ത് ചെയ്താലാണ് ഫീനോൾ കിട്ടുക. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യം ബെൻസീൻ്റെ മുകളിൽ SO3H ആണ്. ഇതിന് ഓരോന്നിനും 2 മാർക്ക് വീതം ഉണ്ടാവും. കാരണം കുറച്ച് വലിയ റിയാക്ഷനാണ്. ഇതൊക്കെ ഒപ്പം പഠിച്ചോട്ടെ. ഇങ്ങനത്തെ കുറേ റിയാക്ഷൻസ് കെമിസ്ട്രിയിലുണ്ട്. ഇതെങ്കിലും നിങ്ങൾ ഒപ്പം പഠിച്ചു പോവുക. SO3H എടുത്തു. ഈ SO3Hനെ നമുക്ക് ഫീനോൾ ആക്കണം എന്ന് പറഞ്ഞാൽ SO3H പോയിട്ട് അവിടേക്ക് OH എന്ന് വരണം. ഫീനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ മുകളിൽ OH ആണ്. ഇപ്പം തന്നെ പഠിച്ചോ, ബെൻസീൻ്റെ മുകളിൽ OH ആണ് ഫീനോൾ. അപ്പം SO3, ഇപ്പം നമുക്ക് ആദ്യം SO3H എന്നിങ്ങനെ ജസ്റ്റ് കൊടുക്കാം. ബെൻസീൻ്റെ മുകളിൽ SO3H. ഇതിനെ ഫീനോൾ ആക്കാൻ, ഇതാണല്ലോ ചോദ്യം. SO3Hനെ ഫീനോൾ ആക്കണം. ഇതിലേക്ക് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യേണ്ടത്, ഒന്ന് NaOH ആഡ് ചെയ്യാം. NaOH ആഡ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് H+ഉം ചെയ്താൽ മതി. കാരണം നമുക്കറിയാലോ, SO3H പോയിട്ട് OH എന്ന് വരണമെങ്കിൽ OH ഉള്ള ഒരാളെ വേണം. അതാണ് NaOH. സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കുക. SO3Hലേക്ക് NaOH ആഡ് ചെയ്ത് കഴിയുക, H+. നേരത്തെ അതേ സംഭവമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെയാണ് NaOH H+ഉം. ക്ലോറിൻ പോയിട്ട് OH വരും. അതേപോലെ ഇവിടെ SO3H പോയിട്ട് OH വരാൻ വേണ്ടി NaOH H+ഉം. രണ്ടാമത്തെ എന്താണെന്ന് അറിയോ, ഇതിൻ്റെ പേര് ക്യുമീൻ എന്നാണ് പേര് പറയുക. ഇതിൻ്റെ പേര് ക്യുമീൻ എന്നാണ്. ഇവിടെ നമ്മളൊരു ക്യുമീൻ എടുത്തിട്ടുണ്ട്, CH3CH3. ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്നാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ടുണ്ട്. ക്യുമീൻ എടുക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുക, ഹൗ ക്യാൻ യു കൺവേർട്ട് ക്യുമീൻ ടു ഫീനോൾ എന്നും പരീക്ഷയ്ക്ക് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ക്യുമീൻ എടുത്തു. ബെൻസീൻ്റെ മുകളിൽ CH3CH3 അതാണ് ക്യുമീൻ. ക്യുമീൻ എന്ന് പറഞ്ഞാൽ അതാണ്. ബെൻസീൻ വരയ്ക്കുക. ബെൻസീൻ്റെ മുകളിൽ CH3CH3 ഇതാണ് ക്യുമീൻ. ഇതിലേക്ക് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ്, ഇതിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യാം. സിമ്പിളായിട്ട് ഓക്സിജൻ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാന്ന് അറിയോ, ഈ സിയുടെയും Hൻ്റെ കൂടിയും 2 ഓക്സിജൻ കയറി വരും. സിയുടെയും Hൻ്റെ കൂടിയും 2 O കയറി. കണ്ടോ, ഈ സിയും Hൻ്റെ ഉള്ളിലേക്കാണ് 2 O കയറിയത്. മറ്റേ 2 CH3 അവിടെ ഉണ്ട്. ഈ 2 ആൾക്കാർ അവിടെ തന്നെ ഞാൻ എഴുതി. സിയുടെയും Hൻ്റെ ഉള്ളിലേക്ക് 2 O കയറി. ഇനി ഇതിലേക്ക് നമ്മൾ അസിഡിഫിക്കേഷൻ ചെയ്യുക, കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഈ OH മാത്രം അവിടെ നിൽക്കും, ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് പോകും. സോ ബെൻസീൻ്റെ മുകളിൽ OH കിട്ടും, ഫീനോളായി. ബാക്കിയുള്ള CH3COCH3 പുറത്തേക്ക് പോകും. ഇത് കണ്ടോ, ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. എന്താ ചെയ്തത്, നമ്മളിതാ ക്യുമീൻ എടുത്തു. ഇതിലേക്ക് ആദ്യം എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്സിഡേഷൻ ചെയ്യണം. അപ്പോൾ ഉള്ളിലേക്ക് O വരും. രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു, H+ ചെയ്തു, കുറച്ച് വെള്ളവും ചേർത്തു. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ പോയിട്ട് OH എന്ന് വരും കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ കൺവേർഷൻസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അടുത്ത ദിവസം ഈ ഓർഗാനിക്കിൽ നിന്ന് നമ്മൾ ഹാലോ ആൽക്കീൻസ്, ആൽഡിഹൈഡ്, ആൽക്കഹോൾ
ഓർഗാനിക് ബേസ് ചെയ്ത് മാത്രം അത്തരം ക്വസ്റ്റ്യൻസ് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ വരുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ വരുന്നുണ്ട്, അത് നോക്കിക്കോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഒക്ടാഹീഡൽ കോംപ്ലക്സ് PTEN2Cl2 2+. നമുക്ക് ഒരാളെ തന്നിരിക്കുകയാണ്, ഇതിന് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ പാഠമാണ്. നിങ്ങൾക്കൊരു കോമ്പൗണ്ട് തന്നിട്ട് ഈ കോമ്പൗണ്ട് ജോമെട്രിക്കൽ ഐസോമർ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജോമെട്രിക്കൽ ഐസോമർ വരയ്ക്കാൻ, ഇത് എത്രയോ തവണകളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു കോമ്പൗണ്ട് തരും, അതിന്റെ ജോമെട്രിക്കൽ ഐസോമർ വരയ്ക്കാൻ. എന്നിട്ട് ഇതിൽ ഏതാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്നാണ് ചോദ്യം. എപ്പോഴും സിസ് ഐസോമർ ആണ്, സിസും ട്രാൻസും ഉണ്ടല്ലോ, അതിൽ സിസ് ആയിരിക്കും എപ്പോഴും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആള്. നമുക്കിതിന്റെ ജോമെട്രിക്കൽ ഐസോമർ വരയ്ക്കാം. ഇതാണ് അതിന്റെ ജോമെട്രിക്കൽ ഐസോമർ. PT നടുവിൽ കൊടുക്കുക, പിന്നെ EN2Cl2. ഇതാണ് ഡെക്സ്ട്രോ, ഇത് ലീവോ. ഡെക്സ്ട്രോ എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു, റൈറ്റിലേക്ക്. ലീവോ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്തു. ഇതാണ് സംഭവം. ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് ആ മാർക്കായി. ഇവിടെ ഒരു 2+ എന്ന് കൊടുക്കണം. ഡെക്സ്ട്രോ, ഇത് ലീവോ, EN2Cl2 ഒക്കെ കൊടുക്കുക കേട്ടോ. ഇത് വരയ്ക്കാനായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്, ബെൻസീന്റെ മുകളിലെ CH2CH3 എന്ന് അവർ തന്നിട്ടുണ്ട്. CH2CH3 എന്നിട്ട് പറയാണ് ഇതിലേക്ക് അവർ ആരെയാണ് ആഡ് ചെയ്തത്? KMnO4ഉം KOHും ഹീറ്റും ഒക്കെ ചെയ്തു. അപ്പം എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. KMnO4 വന്നാൽ എപ്പോഴും അവിടെ ഓക്സിഡേഷനാണ് സംഭവിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് O കയറി വരണം. ഇവിടെ CH3 CH2 എന്നൊക്കെയാണ്. ഇതിലെ എല്ലാ ആൾക്കാരും പോയിട്ട് ഇവിടേക്ക് ഇതാ COOK എന്നുള്ളത് കയറി വരും. Kയും 2 ഓക്സിജനും കയറി വരും. അത് പഠിച്ചു വെച്ചോളൂ. ഇവിടുന്ന് ഹൈഡ്രജൻസ് ഒക്കെ പോയിട്ട് ഓക്സിജൻ കയറി വരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ H3O+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻസീൻ്റെ മുകളിൽ ഈ K പോയിട്ട് H വരും, COOH. ഇതാണ് ബെൻസോയിക് ആസിഡ് കേട്ടോ. ബെൻസീൻ്റെ മുകളിൽ COOH വന്നാൽ ബെൻസോയിക് ആസിഡ്. പഠിച്ചു വയ്ക്കുക. KMnO4 എവിടെ വന്നോ അവിടെ ഓക്സിജൻ കയറി വരും. അതിലേക്ക് വെള്ളം ചേർത്താൽ K പോയിട്ട് H വരും. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സെപ്പറേറ്റ് ദ ട്രാൻസിഷൻ മെറ്റൽസ് സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം. സിർക്കോണിയവും ഹാഫ്നിയവും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് കാരണം? സിർക്കോണിയം ഹാഫ്നിയം, ഓക്കെ, ഇവിടെ സിർക്കോണിയാണ്, ZR. സിർക്കോണിയവും ഹാഫ്നിയത്തിനും ഓൾമോസ്റ്റ് ഒരേ സൈസാണ്, ഒരേ പ്രോപ്പർട്ടിയാണ്, ഒരേ ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ് കേട്ടോ. ഇതാണ് നിങ്ങൾ എഴുതേണ്ട ആൻസർ. കാരണം സിർക്കോണിയവും ഹാഫ്നിയവും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. അപ്പോൾ എന്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത? അവർക്ക് ഒരേ സൈസാണ്, ഒരേ പ്രോപ്പർട്ടിയാണ്, ഒരേ ഗ്രൂപ്പിലാണ്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സൈസ് കുറഞ്ഞു വരിക. റെഗുലർ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ആറ്റംസ്. ഈ ഓരോ ആറ്റംസ് അല്ലെങ്കിൽ ഓരോ അയോൺസ് അവരുടെ സൈസ് കുറഞ്ഞു വരുന്നതാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ലാന്താനിയം തൊട്ട് ല്യൂട്ടീഷ്യം വരെ, LA തൊട്ട് LU വരെയുള്ള ആൾക്കാർക്ക് സൈസ് മെല്ലെ മെല്ലെ സ്ലോ ഡിക്രീസ് ഇൻ സൈസ്, അതാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ദർ ഈസ് റെഗുലർ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ് with increasing atomic number as we move across from lanthanum to lutetium. ലാന്താനിയം മുതലേ ലൂട്ടീഷ്യം വരെ നമ്മൾ പോകെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അവർ ആറ്റോമിക് നമ്പർ കൂടും, പക്ഷെ സൈസ് കുറയുന്നു. സൈസ് കുറയുന്ന പ്രോസസ്സാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അപ്പോൾ അതിൻ്റെ റീസൺ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? സ്ലോ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ആറ്റംസ് ഓർ അയോൺസ്. ഓക്കെ, സൈസ് കുറയും. ഈ സൈസ് കുറയാൻ കാരണം ഡ്യൂ ടു ലോ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് 4f ഇലക്ട്രോൺ. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ്റെ കാരണം. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലായാലും സൈസ് കുറയുക. അപ്പോൾ റെഗുലർ ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ആറ്റം, അതാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അതിന് കാരണം ഇവരിലൊക്കെ 4f ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അതായത് ലാന്താനിയം തൊട്ട് ലൂട്ടീഷ്യം വരെ പോകും തോറും സൈസ് കുറയുന്നു, അതാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷന് കാരണം ഇവരിലെ 4f ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ ഇൻഎഫക്റ്റീവ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ലോ ഇൻഎഫക്റ്റീവ് ഷീൽഡിംഗ് ആണ്. ഷീൽഡിങ് കുറവാണ്, സ്ക്രീനിങ് എഫക്റ്റ് കുറവാണ് 4fകൾക്ക്. 4f ഇലക്ട്രോൺസിന് ഒരു പ്രശ്നം അതാണ്, സ്ക്രീനിങ് എഫക്റ്റ് കുറവാണെന്നുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഡു ദ ഫോളോയിങ് കൺവേർഷൻസ് ഒക്കർ ഇൻ ഓർഗാനിക് സിന്തസിസ്.
ഇതൊക്കെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ക്ലോറോബെൻസീനെ എങ്ങനെ ഫീനോൾ ആക്കാം, അനിലിനെ എങ്ങനെ ഫീനോൾ ആക്കാം, ബെൻസീനെ എങ്ങനെ ഫീനോൾ ആക്കാം, ബെൻസീനെ എങ്ങനെ ബെൻസാൽഡിഹൈഡ് ആക്കാം, ഇത്തരം കൺവേർഷൻസും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റിന് ക്ലോറോബെൻസീൻ എടുക്കുക. ക്ലോറോബെൻസീൻ എടുത്തു. ഈ ക്ലോറോബെൻസീന് എന്താക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ഫീനോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യുക? NaOH ആഡ് ചെയ്യുക, എന്നിട്ട് അതിലേക്ക് H+ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ പോയിട്ട് അവിടേക്ക് OH വരും. പഠിച്ചു എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തേത് അനിലിൻ ടു ഫീനോൾ ആണ്. അനിലിൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? ബെൻസീൻ്റെ മുകളിൽ NH2 വരുന്നതാണ് കേട്ടോ. പഠിച്ചു വെക്കുക. ബെൻസീൻ്റെ മുകളിൽ NH2, ബെൻസീൻ്റെ മുകളിൽ OH വന്നാൽ ഫീനോൾ ആണ്. പഠിച്ചല്ലോ അല്ലേ? ബെൻസീൻ്റെ മുകളിൽ OH വന്നാൽ ഫീനോൾ ആണ്. ബെൻസീൻ്റെ മുകളിൽ CH3 എന്ന് വന്നാൽ ടൊളുവിനാണ്. ടൊളുവിൻ CH3 വന്നാൽ. NH2 വന്നാൽ അനിലിൻ എന്നാണ് പറയുക. അനിലിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് NaNO2 ആഡ് ചെയ്യാം. ഇതൊക്കെ പഠിക്കാണ്ട് വേറെ വഴിയില്ല. പ്ലസ് HCl ചേർക്കുക. ഓക്കെ. എന്നിട്ട് NaNO2 ആൻഡ് HCl. അപ്പം എന്താ സംഭവിക്കുന്ന അറിയോ? ഇതിന് മുകളിൽ ഈ N-ഉം ഈ N-ഉം ചേർന്നിട്ട് N2 ഈ Cl-ഉം കയറി N2Cl എന്നാവും. ഈ വട്ടട്ട ആൾക്കാർ കയറും. അപ്പോൾ അനിലിൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ മുകളിൽ NH2, അതിലേക്ക് NaNO2ഉം HCl-ഉം ആഡ് ചെയ്താൽ N2Cl എന്ന് കിട്ടും. ഇതിൻ്റെ പേര് പഠിച്ചോളൂ. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് എന്നാണ് പേര്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുക. H2O, കുറച്ച് വാം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ N2Cl ഒക്കെ പോയിട്ട് അവിടേക്ക് വെള്ളത്തിൽ നിന്ന് Oയും Hഉം വരും. അപ്പോൾ നമുക്കിതാ ഫീനോൾ കിട്ടും. Oയും Hഉം വന്നു കേട്ടോ. അപ്പോൾ അനിലിൻ ആരൊക്കെയാണ് ആഡ് ചെയ്യണേ? N2Cl കിട്ടണം. N2Cl-ലേക്ക് വെള്ളം ചേർക്കണം എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇതൊക്കെ ഒപ്പം പഠിച്ചോളൂ. ഒന്ന് എഴുതി നോക്കുക കാണാതെ. അടുത്തത് ബെൻസീനെ ഫീനോൾ ആക്കാനാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ബെൻസീനെ ഫീനോൾ ആക്കാൻ നമുക്ക് ഇതാണ് ബെൻസീൻ. സിമ്പിളായിട്ട് ഇങ്ങനെ ഇട്ടാൽ അത് ബെൻസീനാണ്. ഈ ബെൻസീനിലേക്ക് നിങ്ങൾ ഓലിയം എന്ന് പറയുന്ന ഒരാളെ ആഡ് ചെയ്യുക. ഓലിയം ചേർത്താൽ നമുക്കിതിന് മുകളിൽ SO3H എന്ന് വരും. SO3H, ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നാണ് ഇതിൻ്റെ പേര് പറയുക. ഓലിയം ചേർത്താൽ ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഇതിലേക്ക് നേരത്തെ ചെയ്തതുപോലെ NaOHഉം H+ഉം ചേർത്ത് കഴിഞ്ഞാൽ ബെൻസീൻ്റെ മുകളിൽ OH എന്നുള്ളത് കയറി വരും. NaOHഉം Hഉം ചേർത്താൽ ഇത് പോയിട്ട് OH വന്നാൽ ഫീനോൾ കേട്ടോ. അപ്പോൾ ബെൻസീൻ, ഓലിയം ചേർത്താൽ ബെൻസീൻ സൾഫോണിക് ആസിഡ്, NaOHഉം H+ഉം ചേർത്താൽ OH ഫീനോൾ. അപ്പോൾ ഓലിയം ചേർക്കണം എന്നുള്ളത് പഠിച്ചു വെച്ചോളൂ. ഇവിടെ അനിലിനാണ്. അനിലിലേക്ക് NaNO2ഉം HCl-ഉം ആണ് കേട്ടോ. അടുത്തത് ലാസ്റ്റ് വൺ, ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കാനാണ്. അപ്പോൾ ബെൻസീൻ വരച്ചോ. ഇതാണ് ബെൻസീൻ. ഇതിനെ ബെൻസ് ആൽഡിഹൈഡ് ആക്കണം. ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO വരുന്നതാണ്. ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ കൂടെ CHO, ബെൻസിൻ്റെ കൂടെ OH വന്നാൽ ഫീനോൾ, മറക്കരുത്. NH2 വന്നാൽ അനിലിൻ എന്നാണ് പറയുക. N2Cl വന്നാൽ ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ്, അതുപോലെ CHO വന്നാൽ ബെൻസാൽഡിഹൈഡ്. ഇത് വരാൻ വേണ്ടി COയും HCl-ഉം ചേർക്കുക, ആൻഹൈഡ്രസ് AlCl3 ചേർക്കുക, കുപ്രസ് ക്ലോറൈഡും ചേർക്കുക. ഇത് ഗട്ടർമാൻ കോഷ് റിയാക്ഷൻ ആണ്. ഇത് ചിലപ്പോൾ ഇങ്ങനെ തന്നിട്ട് ഈ റിയാക്ഷൻ എന്താണെന്നും അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതൊക്കെ ഞാൻ സ്റ്റോറി പോലെ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് കാണാം. സോ ബെൻസീനിലേക്ക് COയും HCl-ഉം ആൻഹൈഡ്രസ് AlCl3യും കുപ്രസ് ക്ലോറൈഡും ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം ക്ലോറോബെൻസീനിലേക്ക് NaOHഉം Hഉം ചേർത്താൽ OH കിട്ടും. അനിലിലേക്ക് NaNO2 HCl ചേർത്താൽ N2Cl, അതിലേക്ക് വെള്ളം ചേർത്താൽ OH വരും. ഇവിടെ ഓലിയം ചേർക്കുക, SO3H, അതിലേക്ക് NaOHഉം Hഉം ചേർത്താൽ ഫീനോൾ കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്. ലിസ്റ്റ് ഡൗൺ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് K2Cr2O7. അതായത് K2Cr2O7 നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? K2Cr2O7 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. ഇത് D&F ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദ്യമാണ് കേട്ടോ. D&F ബ്ലോക്ക് എലമെന്റ്സിലെ ചോദ്യമാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അപ്പം അതിന് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അത് തിയറിയാണ്, അത് പഠിച്ചേ പറ്റൂ. ചിലപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആവാം, ചിലപ്പോൾ K2Cr2O7 അല്ലെങ്കിൽ KMnO4, ഇതിലേതെങ്കിലും ഒന്നാണ് പ്രിപ്പറേഷൻ ചോദിക്കാറുള്ളത് കേട്ടോ. ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റും ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റും ആണ്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കാം. അതിനുവേണ്ടി പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, ആരാ പൊട്ടാസ്യം ഡൈക്രോമേറ്റ്? K2Cr2O7.
ജനറലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്, FeCr2O4 നിന്നാണ്. പഠിച്ചു വെക്കണം, വേറെ വഴിയില്ല. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് K2Cr2O7 അതുണ്ടാക്കുന്നത് FeCr2O4 കേട്ടോ, ക്രോമൈറ്റിന്റെ ഓറിൽ നിന്നാണ്. അപ്പോൾ ഇതിലെ ഒന്നെങ്കിൽ റിയാക്ഷൻ പഠിക്കാം, അല്ലെങ്കിൽ ഡെഫിനിഷൻ പഠിച്ചാലും മതി. ഞാനിവിടെ ഡെഫിനിഷനെ പറയുന്നുള്ളൂ, അത് പഠിക്കുകയായിരിക്കും നിങ്ങൾക്ക് സിമ്പിൾ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോമൈറ്റ് ഓർ എടുക്കുക. ക്രോമൈറ്റിന്റെ ഒരു ഓർ എടുക്കുക, അതിലേക്ക് ഫ്യൂസ് ചെയ്യുക, സോഡിയം കാർബണേറ്റ് വെച്ച് ഫ്യൂസ് ചെയ്യുക. എയറിന്റെ പ്രസൻസ് വേണം, അപ്പോൾ നമുക്ക് സോഡിയം ക്രോമൈറ്റ് കിട്ടും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ക്രോമൈറ്റ് ഓർ എടുക്കുക. അപ്പോൾ FeCr2O4 ക്രോമൈറ്റിന്റെ ഓർ എടുത്തു. നമ്മളിവിടെ പറഞ്ഞല്ലോ ക്രോമൈറ്റ് ഓർ വേണം എന്ന് പറഞ്ഞു. FeCr ഇതിൽ നിന്നാണ് ഉണ്ടാക്കുക. ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്, FeCr2O4 നിന്നാണ് K2Cr2O7 എടുക്കുക, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഉണ്ടാക്കുക. അപ്പം നമ്മളെ കയ്യിൽ ആദ്യം വേണ്ടത് ക്രോമൈറ്റ് ഓറാണ്, FeCr2O4. അതിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത്? സോഡിയം കാർബണേറ്റ് ആദ്യം ആഡ് ചെയ്യുക. അവിടെ എയറിൻ്റെ പ്രസൻസും വേണം. അപ്പോൾ നമുക്ക് ക്രോമൈറ്റ് ഓറ് സോഡിയം ക്രോമേറ്റ് ആവും. അപ്പോൾ ആദ്യം ഓർത്ത് വയ്ക്കുന്നത് ക്രോമേറ്റ് ഓറ് കയ്യിലുണ്ട്, അതിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ സോഡിയം ക്രോമേറ്റ് ആയി. അത് കഴിഞ്ഞ് സോഡിയം ക്രോമേറ്റിലേക്ക് അസിഡിഫൈ ചെയ്യുക, ആസിഡ് ഒഴിക്കുക, സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു. അപ്പോൾ നമുക്ക് സോഡിയം ഡൈക്രോമേറ്റ് ആയി. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് വെറും ക്രോമൈറ്റ് ഓർ എടുത്തു. ഈ ക്രോമൈറ്റ് ഓറിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തപ്പോൾ സോഡിയം ക്രോമേറ്റ് ആയി അല്ലേ, സോഡിയം ആഡ് ചെയ്തപ്പോൾ സോഡിയം ക്രോമൈറ്റ് എന്ന് കിട്ടി. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ സോഡിയം ക്രോമൈറ്റ് എടുത്തു. ഈ സോഡിയം ക്രോമൈറ്റിലേക്ക് ഏതോ ഒരു ആസിഡ് ഒഴിച്ചപ്പോൾ സോഡിയം ഡൈക്രോമേറ്റ് എന്നായി, ആസിഡ് ഒഴിക്കുക. അടുത്തത് ഈ സോഡിയം ഡൈക്രോമേറ്റിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് ചേർത്താൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയി, K2Cr2O7 ആയി. 3 സ്റ്റെപ്പാണുള്ളത്, ഇത് പഠിച്ചു വെക്കണം. അപ്പോൾ ആദ്യം ക്രോമൈറ്റ് ഓറ്, അതിലേക്ക് സോഡിയം കാർബണേറ്റ്, ആദ്യം സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുക, അപ്പോൾ സോഡിയം ക്രോമേറ്റ് കിട്ടും. സോഡിയം ക്രോമേറ്റിലേക്ക് ആസിഡ് ഒഴിച്ചാൽ സോഡിയം ഡൈക്രോമേറ്റ് ആയി. സോഡിയം ഡൈക്രോമേറ്റിലേക്ക് പൊട്ടാസ്യം ക്ലോറൈഡ് ചേർത്താൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആയി. 3 സ്റ്റെപ്പ് തിയറിയെങ്കിലും പഠിച്ചു വെക്കുക കേട്ടോ എല്ലാവരും. അതിൽ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ചെലേറ്റ് ലിഗാണ്ട്? ഗീവ് വൺ എക്സാമ്പിൾ. ചെലേറ്റ് ലിഗാണ്ട് എന്ന് പറഞ്ഞാൽ ബൈഡെൻഡേറ്റ് ആൻഡ് പോളിഡെൻഡേറ്റ് ലിഗാണ്ട് ഫോം റിംഗ് കോംപ്ലക്സ്. അതായത് ബൈഡെൻഡേറ്റും പോളിഡെൻഡേറ്റും ചേർന്നിട്ട് ഒരു റിങ് പോലെ ഫോം ചെയ്യും. സെൻട്രൽ ആറ്റത്തിൻ്റെ ഒപ്പം ഒരു റിംഗ് ആവും. അതാണ് ചെലേറ്റ് ലിഗാണ്ട്. എക്സാമ്പിൾസ് ആണ്, ഇതിൽ ഒരു എക്സാമ്പിൾ എഴുതിയാലും മതി. എത്തിലിൻ ഡയമീൻ ഒരു ചെലേറ്റ് ലിഗാണ്ടാണ്. ഓക്സലേറ്റ് അയോൺ EDTA ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഏതാ, അതൊക്കെ ചെലേറ്റ് ലിഗാണ്ടുകളുടെ എക്സാമ്പിൾ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2-bromopentane on treatment with alcoholic solution of KOH gives pent2ene as the major product. State the rule which substantiate the reaction. അവർ നമുക്കൊരു റിയാക്ഷൻ തന്നേക്കാണ്. ആ റിയാക്ഷൻ ഏത് റൂളാണ്, ആ റൂൾ എന്താണ്, ആ റൂൾ നമ്മോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ അവർ പറഞ്ഞിട്ടുള്ളത്? 2 ബ്രോമോപെൻറ്റേൻ എടുത്തു അവരുടെ കയ്യിലുള്ളത് 2-bromopentane ആണ്. അപ്പം എന്താ പെൻറ്റ്? 5 കാർബൺ, ഓക്കെ. രണ്ടാമത്തേൽ ബ്രോമിൻ, ഓക്കെ. ഇങ്ങനെയാണ് സംഭവം, ഓക്കെ. 2-bromo, രണ്ടാമത്തെ കാർബണിൽ ബ്രോമോ പെൻറ്റേൻ. ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാം. ഇവിടെയൊക്കെ CH3 വരും, ഇവിടെ CH3 വരും, ഇവിടെയൊക്കെ CH2, ഇവിടെ CHഉം വരും. ഇതിലേക്ക് ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് KOH. ഈ ആൽക്കഹോളിക് സൊല്യൂഷൻ KOH എന്ന് പറഞ്ഞാൽ അത് സെയ്ഡ്സഫ് റൂളാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ബ്രോമോ ബ്യൂട്ടൈൻ, ബ്രോമോ എന്ന് പറയുന്ന ഒരാളുണ്ട്, ബ്രോമോ ബ്യൂട്ടൈൻ, ബ്രൂമോപെൻറ്റേൻ, അങ്ങനെ ഒരാളുണ്ട്. ആൽക്കഹോളിക് KOH ഉണ്ടെങ്കിൽ ആ റൂള് സെയ്ഡ്സഫ് റൂളാണ്. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്ന അറിയാം നിങ്ങൾക്ക്? ഇവിടെ ഡബിൾ ബോണ്ട് കയറി വരും. ഈ 2 ആൾക്കാരുടെ ഇടയിലേക്ക് ഡബിൾ ബോണ്ട് കയറി വരും. ഈ ബ്രോമിനും ഇവിടുന്ന് ഒരു ഹൈഡ്രജനും പോവും. ഇവിടുന്ന് ഒരു ബ്രോമിനും ഇവിടുന്ന് ഒരു ഹൈഡ്രജനും പോയാൽ ബാക്കി CH2 CH ഡബിൾ ബോണ്ട് CH2 എന്നായി. കണ്ടോ, 5 കാർബൺ ഉള്ള ഡബിൾ ബോണ്ട് വന്നു. ഇതിൻ്റെ പേരെന്താണെന്ന് പറയുക? pent2ene. 5 കാർബൺ, രണ്ടാമത്തേൽ ഡബിൾ ബോണ്ട്, പെൻറ്റ്, രണ്ടാമത്തേൽ ഈൻ. ഇതാണ് ഇവർ പറയണേ. ഒരു 2-bromo, രണ്ടാമത്തേൽ ബ്രോമിനുള്ള ഒരു പെൻറ്റെയിൻ എടുത്തു. പെൻറ്റെയിൻ ആണ്, സിംഗിൾ ബോണ്ട് ആണ്. അതിലേക്ക് ആൽക്കഹോളിക് KOH ആഡ് ചെയ്തപ്പോൾ
ഇവിടുന്ന് ബ്രോമിനും ഇവിടുന്ന് ഒരു ഹൈഡ്രജനും പോയി ഡബിൾ ബോണ്ട് കയറി വന്നു. അപ്പൊ CH3 എന്നുള്ളത് CH2 എന്നാക്കാൻ മറക്കരുത് കേട്ടോ, ഈ ബ്രോമിനും എഴുതണ്ട. അപ്പോൾ ബ്രോമോ പെൻഡേ എന്നുള്ളത് ബ്രോമിൻ പോയിട്ട് പെൻഡ് ഡബിൾ ബോണ്ടായി, പെൻഡ് 2 ആയി. അപ്പൊ ഈ റൂള് ഇങ്ങനെ ഡബിൾ ബോണ്ട് വരുന്ന റൂള്, ബ്രോമിൻ പോയി ബ്രോമിനും ഹൈഡ്രജനും പോയിട്ട് ഡബിൾ ബോണ്ട് വരുന്നത് ആൽക്കഹോളിക് AOH ആഡ് ചെയ്യുമ്പോഴാണ്. പഠിച്ചു വെച്ചോളൂ, ഈ റൂള് സെയ്റ്റ്സഫ് റൂളാണ്. അപ്പോൾ റൂൾ എഴുതുക, അതാണ് 2 മാർക്ക്. വേണമെങ്കിൽ നിങ്ങൾക്ക് റിയാക്ഷൻ എഴുതി വെക്കാം ഇങ്ങനെ. അപ്പോൾ സെയ്റ്റ്സഫ് റൂളിൻ്റെ ഒരു എക്സാമ്പിൾ ഇത് പഠിച്ചു വെച്ചോളൂ. ബ്രോമിനും ഇവിടുന്ന് ഹൈഡ്രജനും പോകുന്നു, ആൽക്കഹോളിക് AOH ആണ്, ഡബിൾ ബോണ്ട് ആവുന്നു. അപ്പോൾ റൂൾ ഇതാണ്. ഇവിടെ ഡീഹൈഡ്രോ ഹലജനേഷൻ ആണ് നടക്കണേ. ഒരു ഹൈഡ്രജനും ഒരു ഹലജനും പോയി, കണ്ടോ, ഡി എന്ന് പറഞ്ഞ പോയി, ഹൈഡ്രജനും ഇവിടുന്ന് ഹലജനും, ഇതാണ് ഹലജൻ കേട്ടോ. ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി, ഇവിടുന്ന് ഒരു ഹലജനും പോയി, HBr പോയി. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഫോർമേഷൻ ഓഫ് മോർ ദാൻ 1 ആൽക്കീൻ. അവിടെ നമുക്ക് ആൽക്കീൻ ഫോം ചെയ്തു. ദ പ്രിഫേർഡ് പ്രൊഡക്റ്റ് ഈസ് ആൽക്കീൻ വിച്ച് കണ്ടെയ്ൻ ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ദ ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം. ഇവിടെ നമുക്കൊരു ഡബിൾ ബോണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്ന ടേംസ് അതാണ്. ഇവിടെ ഡീഹൈഡ്രോ ഹലജനേഷൻ ആണിത്. സെയ്റ്റ്സഫ് റൂൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഹലജനും പോകുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ ടേം ഇത് ഹൈഡ്രോ ഹലജനേഷൻ, ഡീഹൈഡ്രോ ഹലജനേഷൻ ആണ്. ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ ആൽക്കീൻസ് ആണ് ഫോം ചെയ്യുന്നത്. എന്താ ഫോം ചെയ്യുന്നത്, ആൽക്കീൻ. പ്രിഫേർഡ് പ്രൊഡക്റ്റ് ആൽക്കീൻ ആണ്. ആ ആൽക്കീൻ്റെ പ്രത്യേകത എന്താ, ഒരുപാട് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഡബിൾ ബോണ്ടഡ് കാർബണും. ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ ഇപ്പുറത്ത് ഇതിലൊരു ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക, സെയ്റ്റ്സഫ് റൂള്. ഇതൊരു ഡീഹൈഡ്രോ, ഇത് സെയ്റ്റ്സഫ് റൂള് വരുന്നത് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക, സെയ്റ്റ്സഫ് റൂൾ എന്ന് പറഞ്ഞാൽ അതൊരു ഡീഹൈഡ്രോ ഹലജനേഷൻ റിയാക്ഷൻ ആണ്. പ്രിഫേർഡ് പ്രൊഡക്റ്റ് ആൽക്കീൻ ആണ്. ഒന്ന് ഷോർട്ടായിട്ട് പറയണമെങ്കിൽ അങ്ങനെ പറയാം. എന്താണ് ഒന്നാമത്തേത്, സെയ്റ്റ്സഫ് റൂൾ കേട്ടോ, സെയ്റ്റ്സഫ് റൂളാണ് ചോദിക്കുക. അതൊരു ഡീഹൈഡ്രോ ഹലജനേഷൻ ആണ്, ഒരു ഹൈഡ്രജനും ഹലജനും പോയി. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രിഫേർഡ് പ്രൊഡക്റ്റ്, നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് പ്രിഫേർഡ് പ്രൊഡക്റ്റ് ആൽക്കീൻ ആണ്, ഒരു ഡബിൾ ബോണ്ട് ആണ്, ആൽക്കീൻ ആണ്. അവിടെ ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ, ഒരുപാട് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. അതിൻ്റെ ഒപ്പം തന്നെ ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. ആരെ കൂടെ, ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റം. അപ്പം അങ്ങനെ ഷോർട്ടാക്കി പഠിച്ചു വയ്ക്കുക. ഇറ്റ്സ് ഡീഹൈഡ്രോ ഹലജനേഷൻ റിയാക്ഷൻ എന്ന് വരെ പഠിച്ചു. ഇത് വേണ്ട, ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. പ്രിഫേർഡ് പ്രൊഡക്റ്റ് ഡീഹൈഡ്രോ ഹലജനേഷൻ ആണ്, എന്നിട്ട് ഇവിടെ നിന്ന് എഴുതിയാൽ മതി. പ്രിഫേർഡ് പ്രൊഡക്റ്റ് ആൽക്കീൻ ആണ്, ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടാവും ഡബിൾ ബോണ്ടഡ് കാർബൺ ആറ്റത്തിൻ്റെ കൂടെ. ഓക്കെ, അടുത്ത ദിവസത്തെ ഇതാണ്, എക്സ്പ്ലെയിൻ നെസസറി ഇക്വേഷൻ ടു പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ യൂസിങ് ഗ്രിഗനാർഡ് റിയേജൻറ്റ്. ഗ്രിഗനാർഡ് റിയേജൻറ്റ് ഉപയോഗിച്ച് എത്തനോൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ HCHO എന്ന് പറയുന്ന ഒരു ആൽഡിഹൈഡ് ആണ് എടുക്കേണ്ടത്. പഠിച്ചു വയ്ക്കുക, ഒരു ആൽഡിഹൈഡ് എടുക്കുക, ഇതിലേക്ക് ഗ്രിഗനാർഡ് റിയേജൻറ്റ് ആഡ് ചെയ്യുക. ആരാ ഗ്രിഗനാർഡ് റിയേജൻറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് Mg വരുന്ന മെഗ്നീഷ്യം വരുന്നതാണ് ഗ്രിഗനാർഡ് റിയേജൻറ്റ്. എന്താണ്, മെഗ്നീഷ്യം നടുവിൽ വന്നാൽ അപ്പുറത്തും ഒരു ആറും എക്സും ആണ്. ആർ എന്ന് പറഞ്ഞാൽ CH3 CH2 എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ്. എക്സ് എന്ന് പറഞ്ഞാൽ ബ്രോമിൻ, ഹലജൻസ്, ക്ലോറിൻ, ബ്രോമിൻ അങ്ങനെ വരുന്നത്. അപ്പം നടുവിൽ മെഗ്നീഷ്യം വന്നാൽ ഇത് ഗ്രിഗനാർഡ് ആണ്. അപ്പം നിങ്ങൾ എടുക്കുന്ന ഒരു ആൽഡിഹൈഡും ഒരു ഗ്രിഗനാർഡ് റിയേജൻറ്റും എടുക്കുക. അപ്പോൾ ഇതൊരു പഠിച്ചു വെച്ചോ, ഒരു ഗ്രിഗനാർഡ് റിയേജൻറ്റ് എക്സാമ്പിൾ പഠിച്ചോ. നടുവിൽ മെഗ്നീഷ്യം, അപ്പുറത്തും CH3യും Br. അപ്പോൾ ഒരു ആൽഡിഹൈഡ് എടുക്കുക, ഇതിലേക്ക് ഗ്രിഗനാർഡ് റിയേജൻറ്റ് ആഡ് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇവിടെ ആരുണ്ട്, സിയും H രണ്ടെണ്ണം ഉണ്ട്, CH2, സിയും 2 H ഉണ്ട്, പിന്നെ ഇവിടെ ഒരു CH3 ഉണ്ട്. അപ്പോൾ ഈ CH2വും CH2വും ഈ CH3യും എഴുതി. ഇനി O എഴുതിക്കോ, ഓടെ കൂടെ MgBrഉം വരും. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക, ഹൈഡ്രോലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ MgBr ഇവിടുന്ന് മൊത്തം പോവും. എന്നിട്ട് CH2 CH3 ഓടെ കൂടെ H വരും. ഇത് പോയിട്ട് അവിടേക്കൊരു ഹൈഡ്രജൻ കയറി വരും. 2 കാർബണുള്ള OH എന്ന് പറഞ്ഞാൽ ആരാ, എത്തനോൾ. കണ്ടോ, എത്തനോൾ കിട്ടി. 2 കാർബണും OH വന്നാൽ എത്തനോൾ. അപ്പോൾ ആൽഡിഹൈഡ് ആണ് എടുക്കേണ്ടത്, ഗ്രിഗനാർഡ് റിയേജൻറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഈ 2 തലഭാഗം ആദ്യം ചെയ്താൽ ഓടപ്പുറത്ത് MgBr കൊടുക്കുക, വെള്ളം ചേർത്താൽ നമുക്കിവിടെ H ഫോം ചെയ്തു, എത്തനോൾ. 2 കാർബണുള്ള OH ആണ് എത്തനോൾ. അത് കിട്ടി കേട്ടോ. അടുത്ത ദിവസത്തിലേക്ക് കിടക്കുക. ഇതൊരു 4 മാർക്കിന് ചോദ്യമാണ്. എക്സ്പ്ലെയിൻ
സ്ട്രക്ചറൽ ഐസോമറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. സ്ട്രക്ചറൽ ഐസോമേഴ്സ് ഏതൊക്കെയാണ്? അതൊരു 3 മാർക്കിന് ചോദിക്കുന്ന ഒരു എസ്സേ ക്വസ്റ്റ്യൻ പോലെ ചോദിക്കുന്ന ഒന്നാണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ഈ ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ എന്താണ് ചോദ്യം പറഞ്ഞിട്ടുള്ളത്? സ്ട്രക്ചറൽ ഐസോമറിസം ഏതൊക്കെയാണ്? കോർഡിനേഷൻ കോമ്പൗണ്ടിലെ സ്ട്രക്ചറൽ ഐസോമറിസം. ഒന്ന് അയണൈസേഷൻ ഐസോമറിസം ആണ്. ഡെഫിനിഷനും എക്സാമ്പിളും പഠിക്കുക. അയണൈസേഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ ഈ അയോൺസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ട് എഴുതുക. ഇവിടെയുള്ള ആൾക്കാർ അവിടെ തന്നെ വെക്കുക. Br പുറത്തും SO4 ഉള്ളിലാണ്. അപ്പം അതിൻ്റെ അയണൈസേഷൻ ഐസോമർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇപ്പോൾ ഈ എക്സാമ്പിൾ തരും. ഇതിൻ്റെ അയണൈസേഷൻ ഐസോമർ എഴുതും എന്ന് പറഞ്ഞാൽ Br ഉള്ളിലേക്കും SO4 പുറത്തേക്കും കൊടുക്കുക. എക്സ്ചേഞ്ച് ഓഫ് ലിഗാണ്ട് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഈ ലിഗാണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യലാണ് അയണൈസേഷൻ ഐസോമറിസം. സോ അയണൈസേഷൻ ഐസോമറിസം അറൈസിങ് ഡ്യൂ ടു എന്തുകൊണ്ടാണ്? എക്സ്ചേഞ്ച് ഓഫ് ലിഗാണ്ട് ബിറ്റ്വീൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ഉള്ളിന്ന് പുറത്തേക്ക് ഇടുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഇടുക, അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുക. ഈ ലൈനാണ് ഓർത്ത് വെക്കേണ്ടത്. അയണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ ലിഗാണ്ടിനെ ഇൻസൈഡ് ഔട്ട്സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. എക്സ്ചേഞ്ച് ഓഫ് ലിഗാണ്ട്സ് ബിറ്റ്വീൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. പുറത്ത് കിടക്കുന്ന ആളെ ഉള്ളിലേക്കും ഉള്ളിൽ കിടക്കുന്ന ആളെ പുറത്തേക്കും ഇടുക. എക്സാമ്പിൾ പഠിക്കണം. ഇനി ലിങ്കേജ്, രണ്ടാമത്തെ ആളാണ്. എല്ലാ സ്ട്രക്ചറൽ ഐസോമറിസും എഴുതണമെന്നാണ്. ഒന്ന് അയണൈസേഷൻ ഐസോമറിസ് എഴുതി. ചിലപ്പോൾ ഇത് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ എക്സാമ്പിൾ വന്നിട്ട് ഇത് ഏത് ഐസോമറിസ് ആണെന്ന് ചോദിക്കാറുണ്ട്. അടുത്ത അയണൈസേഷൻ കഴിഞ്ഞു. അടുത്താണ് ലിങ്കേജ് ഐസോമറിസം. ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണിക്കുക ആംബിഡെൻഡേറ്റ് ലിഗാണ്ടാണ്. അതായത് NO2 ONA, NO2 അല്ലെങ്കിൽ ONO അല്ലെങ്കിൽ SCN അല്ലെങ്കിൽ NCS. ഇത്ര ആൾക്കാരാണ് ആംബിഡെൻഡേറ്റ് ലിഗാണ്ടുകൾ. എക്സാമ്പിൾസ് പഠിക്കണം. ഞാൻ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടിനൊക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ലിങ്കേജ് ഐസോമർസ് എന്ന് പറഞ്ഞാൽ ഈ ലിങ്ക് മാറുകയാണ് ചെയ്യുക. NO2 എന്നുള്ളത് ONO എന്നാക്കുക. കണ്ടോ, NO2 N ആണ് ലിങ്ക്. പക്ഷെ അതിനെ മാറ്റിയിട്ട് ONO എന്നാക്കിയാൽ O ആണ് ലിങ്ക്. രണ്ട് സെയിം ആൾക്കാരാ, NO2. പക്ഷെ ഇവിടെ N ആണ് ലിങ്ക്, ഇവിടെ O ആണ് ലിങ്ക്. ഇതാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പം ഇങ്ങനെ തന്നിട്ട് ഇതിൻ്റെ ലിങ്കേജ് ഐസോമർസ് എഴുതാൻ പറഞ്ഞാൽ ഈ ലിങ്ക് ഒന്ന് മാറ്റിയാൽ മതി. N മാറ്റിയിട്ട് O എന്ന് തുടങ്ങാം. അപ്പോൾ ഡെഫിനേഷൻ ഇതാണ്: അറൈസിങ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ആംബിഡെൻഡേറ്റ് ലിഗാണ്ട്. NO2 NCS ഇങ്ങനത്തെ ആൾക്കാരാണ് ആംബിഡെൻഡേറ്റ്. ആംബിഡെൻഡേറ്റ് ഉണ്ടെങ്കിലാണ് ഏത് വരിക? ലിങ്കേജ് ഐസോമർസം കാണിക്കുക. സോ വിച്ച് ക്യാൻ ബി ബൈൻഡ് ടു സെൻട്രൽ ആറ്റം ത്രൂ ഡിഫറെൻറ്റ് ഡോണർ ആറ്റം. സെൻട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സെൻട്രൽ ആറ്റത്തിനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ബൈൻഡ് ചെയ്യുക. ഇവിടെ N ആണ് ബൈൻഡ് ചെയ്തത്, അപ്പോൾ ഇവിടെ Oനെ ബൈൻഡ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ അയണൈസേഷൻ കഴിഞ്ഞു, ലിങ്കേജ് ഐസോമറിസം കഴിഞ്ഞു. മൂന്നാമത്തേത് സോൾവേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം. ഇവിടെ വെള്ളത്തിൻ്റെ അളവ് ഡിഫറെൻ്റ് ആക്കിയാൽ മതി. വാട്ടർ മോളിക്യൂൾസ് ഡിഫറെൻ്റ് ആക്കുക. ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് അറ്റാച്ച്ഡ് ടു സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിൻ്റെ കൂടെ വെള്ളം ഉണ്ടാവും, വെള്ളം അതൊന്ന് ഷിഫ്റ്റ് ചെയ്യുക. ഇവിടെ 6 വെള്ളം ഉണ്ട്, H2O 6 ഉണ്ട്. അതിന് 5ഉം ഒരെണ്ണം പുറത്തേക്കും ആക്കുക. H2O ഉണ്ടെങ്കിലാണ് സോൾവേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസം വരിക. അപ്പോൾ ഇവിടെ 6 H2O ഉണ്ട്. ഇതിൻ്റെ സോൾവേറ്റ് ഐസോമറിസ് എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈഡ്രേറ്റ് ഐസോമറിസ് എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? 6നെ 5ഉം ഒരെണ്ണതാ ഡോട്ട് ഇട്ടിട്ട് പുറത്തേക്ക് വിടുക. 5ഉം 1ഉം 6. ഇനി വേണമെങ്കിൽ 4ഉം 2ഉം ആക്കാം. അങ്ങനെ ചെയ്യുക. എക്സാമ്പിൾ പഠിച്ചോളൂ. അടുത്തത് കോർഡിനേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗാണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലാണ്. കാറ്റയോണിക്കും ആനയോണിക്കും പാർട്സ് ഉണ്ടാവും. അതായത് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ഉണ്ടാവും. കാറ്റയോണും ആനയോണും ഉണ്ടാവും. അതിലെ ലിഗാണ്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരാൾ. എക്സാമ്പിൾ നോക്കിക്കോ. ഇവിടെ CO കൂടെയാണ് NH3, CRന്റെ കൂടെയാണ് CN. ഇതിന്റെ കോർഡിനേഷൻ ഐസോമറിസ് എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് അറിയോ? CO കൂടെ CNനെ ചേർക്കുക. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക. ഈ CR ഇപ്പുറത്തേക്ക് ഇടുക, CO ഇപ്പുറത്തേക്ക് ഇടുക. കണ്ടോ, ഇവിടെ CO എന്നായിരുന്നു, ആ സ്ഥാനത്ത് CR എഴുതുക. ഈ CO ഇപ്പുറത്തേക്ക് ഇടുക. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് എഴുതുക. CRന് ഇവിടേക്ക്, COന് ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് കോർഡിനേഷൻ ഐസോമറിസം. 4 എണ്ണമാണ് പഠിക്കേണ്ടത്. ഡെഫിനേഷനും വിത്ത് എക്സാമ്പിളും പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം ഇതാണ്: റൈറ്റ് എനി 2 അപ്ലിക്കേഷൻസ് ഓഫ് DNF ബ്ലോക്ക് എലമെന്റ്സ്. DNF ബ്ലോക്ക് എലമെന്റ്സ് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം? ഒന്ന്, കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ആർ യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. നമ്മൾ ചില റിയാക്ഷൻസിലൊക്കെ ആരോ മാർക്ക് ഇടില്ലേ,
അതിന് മുകളിൽ വരുന്ന ആൾക്കാരാണ് കാറ്റലിസ്റ്റ്. അടുത്തത് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കാം. അയേണും സ്റ്റീലും ഒക്കെ കൺസ്ട്രക്ഷൻ മെറ്റീരിയലാണ്. അതൊരു D&F ബ്ലോക്ക് എലമെൻ്റ് ആണ്. പിന്നെ നമുക്ക് മേക്കിംഗ് കോയിൻസ്, കോപ്പർ, സിൽവർ, ഗോൾഡ് ഒക്കെ കോയിൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പിന്നെ ബാറ്ററീസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇതൊക്കെ D&F ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഉപയോഗങ്ങളാണ്. പിന്നത്തെ ഒരു ചോദ്യം ഇതാണ്, അതായത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് കളേർഡ് ആണ്, കോംപ്ലക്സ് കോമ്പൗണ്ട് ആണ്, അലോയ്സ് ആണ്, എന്താണ് കാരണം? ഗീവ് റീസൺസ് ഫോർ ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന D&F ബ്ലോക്ക് ആണ്. അവർക്ക് ഈ സ്വഭാവം കാണിക്കാൻ കാരണം എന്താ? അവർ കളേർഡ് ആണ്. ദ ഫോംഡ് കളേർഡ് അയോൺസ്, കോംപ്ലക്സ് കോമ്പൗണ്ട്, അലോയ് ഫോർമേഷൻ. അതായത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് കളർ കാണിക്കുന്നു കാരണം അവർ കോംപ്ലക്സ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു, കാരണം അവർക്ക് അലോയ്സ് ഫോം ചെയ്യുന്നു, കാരണം. അപ്പോൾ പഠിച്ചു വയ്ക്കുക, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ D&F ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. അവർ കളേർഡ് ആണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ. അവിടെ ഡി ഓർബിറ്റൽസ് ഉണ്ട്, പകുതി ഫില്ലായിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഉണ്ട്. അതുപോലെ ഡി ട്രാൻസിഷനും അവിടെ ഉണ്ട്. ഈ രണ്ട് കാരണങ്ങളാണ് പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റലും ഡി ട്രാൻസിഷൻ. രണ്ട് കാരണങ്ങൾ കൊണ്ട് കളർ കാണിക്കുന്നു. കോംപ്ലക്സ് കോമ്പൗണ്ട് ആണ്. എല്ലാ ട്രാൻസിഷൻ എലമെൻറ്റ്സും കോംപ്ലക്സ് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്നു. ഇതിന് കാരണം സ്മോളർ സൈസ് ആണ്, അയോണിക് ചാർജ് കൂടുതലാണ്, പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റലും അതുപോലെ തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്. എല്ലാ ട്രാൻസിഷൻ എലമെൻറ്റ്സുകൾക്കുള്ള സ്വഭാവമാണിത്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് കോംപ്ലക്സ് കോമ്പൗണ്ട് കാണിക്കാൻ കാരണം ഹൈ അയോണിക് ചാർജ്, പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ, വേരിയബിൾ പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണുള്ളത്. ഈ കാരണങ്ങൾ ഏതാണ് കേട്ടോ. പിന്നെ അലോയ് ഫോം ചെയ്യാനുള്ള കാരണം, അലോയ് ഫോം ചെയ്യാൻ കാരണം സിമിലർ ആറ്റോമിക് റേഡിയസ് ആണ്. എല്ലാ ട്രാൻസിഷൻ എലമെൻറ്റ്സുകൾക്കും ഏകദേശം ഒരേ ആറ്റോമിക് റേഡിയസ് ആണ്. ഇത് തിയറിയാണ്, ഇത് പഠിച്ചു വെക്കുക. ട്രാൻസിഷൻ എലമെൻറ്റ്സ് കളർ കാണിക്കുന്നു, കോംപ്ലക്സ് കോമ്പൗണ്ടുകളാണ്, അലോയ് ഫോം ചെയ്യുന്നു. ഇതിനൊക്കെ കാരണങ്ങൾ പഠിക്കുക. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. D&F ബ്ലോക്ക് എലമെൻറ്റ്സ് ഇത് കണ്ടു, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഇത്, സ്ട്രക്ചറൽ ഐസോമർസിനെ കുറിച്ച് പഠിച്ചു. പിന്നെ കുറച്ച് റൂളുകൾ, കുറച്ച് നെയിംഡ് റിയാക്ഷൻസുകൾ കണ്ടു, കുറച്ച് കൺവേർഷൻസ് കണ്ടു. അപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഓർഗാനിക്കിൽ നിന്ന് മാത്രമുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. ആൽക്കഹോള്, ഹാലോ ആൽക്കീൻ, ആൽഡിഹൈഡ്, അതിൽ നിന്നുള്ള ഉറപ്പുള്ള ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് വരുന്നു. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഈസി ക്വസ്റ്റ്യൻസുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.